നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച സമാധാന പ്രഖ്യാപനം ഉണ്ടായില്ല. സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പിന്റെ ഭാഗമായി വ്ളാഡിമിർ പുടിനും അതുപോലെ സെലൻസ്കിയുമുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ സാഹചര്യമൊരുക്കുകയാണ് ട്രംപ്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകും? സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അടുത്ത 2 ദിവസം കൂടി മഴയുണ്ടാകും. മുൻകരുതലുകളുണ്ട്, അതോടൊപ്പം തന്നെ ജാഗ്രതയും ഒക്കെയുണ്ട്. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി അതിശക്തമായ മഴ. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് ജില്ലയിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി, കോളേജുകൾക്ക് അവധിയില്ല. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. DMK MP തിരുച്ചി ശിവ, ISRO മുൻ ശാസ്ത്രജ്ഞൻ മയിൽസ്വാമി അണ്ണാദുരൈ എന്നിവർ പരിഗണനയിൽ. പൊതു സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ അംഗീകരിക്കണമെന്ന BJP നിർദ്ദേശം പ്രതിപക്ഷം തള്ളി. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന BJP പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന്. ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി ഉന്നയിച്ച 14 ചോദ്യങ്ങൾ ഉൾപ്പെട്ട റഫറൻസ് ഇന്ന് സുപ്രീം കോടതിയിൽ. വാദം കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും വാദങ്ങൾ ആദ്യം. റഫറൻസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടും. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും നിർണായക കൂടിക്കാഴ്ച നടത്തി ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ ചർച്ചകളിൽ ധാരണയില്ല. റഷ്യ, യുക്രൈൻ പ്രസിഡന്റുമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യമൊരുക്കുമെന്ന് ട്രംപ്. ആദ്യ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് ജർമ്മനിയും ഫ്രാൻസും. യുക്രൈനെ സംരക്ഷിക്കുമെന്ന് ട്രംപ്. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. മലിനജലത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കാനും ജലാശയങ്ങളിൽ ക്ലോറിനേഷൻ നടത്താനും നിർദ്ദേശം. രോഗം ബാധിച്ച 3 മാസമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമായി തുടരുന്നു. ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി തുടർന്നേക്കും. ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ടീമിൽ ഇടം നേടുമോ എന്നതിൽ സസ്പെൻസ്. ഡ്യൂറന്റ് കപ്പ് ആദ്യ സെമി ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഷില്ലോങ് ലജോങ്ങിനെ നേരിടും. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി അതിശക്തമായ മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, അതോടൊപ്പം തന്നെ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. എന്നാൽ കോളേജുകൾക്ക് അവധിയില്ല. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, സംസ്ഥാനത്ത് അതിശക്തമായ മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ എങ്ങനെയാണ്? സംസ്ഥാനത്ത് 2 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഇന്ന് പ്രധാനപ്പെട്ട അലർട്ടുകൾ എന്ന് പറയുന്നത് ഓറഞ്ച് അലർട്ടും അതുപോലെ തന്നെ യെല്ലോ അലർട്ടുമാണ്. വടക്കൻ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിലേക്കും മധ്യകേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കി, എറണാകുളം, അതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ജില്ലയിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കോളേജുകൾക്ക് അവധിയില്ല. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. വിശദാംശങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, സൂചിപ്പിച്ച പോലെ തന്നെ 2 ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അലർട്ടുകളൊക്കെ എങ്ങനെയാണ്?
വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഒപ്പം തന്നെ പാലക്കാട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ നിന്ന് 19 വരെയും ലക്ഷദ്വീപ് തീരത്ത് നിന്ന് അതായത് 20 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഏകദേശം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് നിലവിൽ നഗരപ്രദേശങ്ങളിൽ മഴ, അതേസമയം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ മഴയുണ്ട്. ഇന്നു മുതൽ 21 വരെയാണ് അത്തരത്തിലുള്ള ചില സൂചനകൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന പ്രദേശങ്ങൾ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ഒക്കെ തന്നെ ശക്തമായ കാറ്റുണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് മത്സ്യബന്ധനത്തിനുള്ള ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ശരി, സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി അതിശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. വടക്കൻ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം തന്നെ മധ്യകേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കി, എറണാകുളം ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടാണ്. പാലക്കാട് ജില്ലയിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധിയുണ്ട്. ഒപ്പം കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എം രാകേഷ്. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. DMK MP തിരുച്ചി ശിവ, ISRO മുൻ ശാസ്ത്രജ്ഞൻ മയിൽസ്വാമി അണ്ണാദുരൈ എന്നിവരെയാണ് പ്രതിപക്ഷ സഖ്യം പരിഗണിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായുള്ള അവസാനവട്ട ചർച്ചകൾ രാവിലെ തന്നെ നടക്കും. പൊതു സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ അംഗീകരിക്കണമെന്ന BJP നിർദ്ദേശം പ്രതിപക്ഷം തള്ളിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഒപ്പം തന്നെ യോഗം ചേരുന്നുണ്ട്. ഇന്ന് തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമോ? ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു വട്ടം ചർച്ച നടത്തും. അതിനുശേഷം അത് നേരിട്ട് പാർലമെന്റിന്റെ ഹൗസിലാണ് ചർച്ച നടക്കുന്നത്. അതിനുശേഷം ഇന്നലെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ആളുകളുമായി ഫോണിലൂടെ കാര്യങ്ങൾ സംസാരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നലെ വ്യക്തമാക്കിയത്. ഇന്ന് ഉച്ചയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചുള്ളത്. നേരത്തെ CP രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി തന്നെ ഒരു മത്സരത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാട് BJP മുന്നോട്ട് വെക്കുകയും അക്കാര്യങ്ങൾ സംബന്ധിച്ച് രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളും കേന്ദ്രമന്ത്രിമാരും എല്ലാം തന്നെ പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുമായി ഫോണിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ മത്സരിക്കുക എന്ന നിലയിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനമെടുത്തിട്ടുള്ളത്. മറ്റൊരു തരത്തിലേക്ക് ചർച്ചകളിലേക്ക് പോയാൽ സ്വാഭാവികമായും രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പം പ്രതിപക്ഷം നിൽക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു ചർച്ചയിലേക്ക് പോകും. അതുകൊണ്ട് അത്തരം നീക്കത്തിലേക്ക് പോകേണ്ട. മാത്രമല്ല CP രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയുടെ മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടന്നു കയറാനുള്ള BJPയുടെ ലക്ഷ്യമായി തന്നെയാണ് അതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നൊരു തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടാകട്ടെ എന്ന പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൽ 2 പേരുകളാണ് പ്രധാനമായും ഇപ്പോൾ നിൽക്കുന്നത്. തിരുച്ചി ശിവയും ഒപ്പം തന്നെ M അണ്ണാദുരയുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2ലധികം പേരുകൾ ചർച്ചയ്ക്ക് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല എല്ലാ നേതാക്കളും ഇന്നലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി വൈകി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലായിരുന്നു യോഗം ചേർന്നത്. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ മാത്രമാണ് പങ്കെടുത്തത്. അതുകൊണ്ടാണ് മറ്റുള്ളവരുമായി ചേർന്ന് ചർച്ച ചെയ്ത തീരുമാനത്തിലേക്ക് എത്താമെന്ന് തീരുമാനിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരം ചർച്ചകളും മറ്റ് നീക്കുപോക്കുകളും എല്ലാം തന്നെ പൂർത്തിയാകുന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം എന്ന തരത്തിൽ തന്നെ ഏതായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. വിളി പ്രശാന്ത്, മറ്റൊരു കാര്യം, ഈ വോട്ടർ പട്ടിക ക്രമക്കേടും അതുപോലെ തന്നെ ഈ വോട്ട് മോഷണത്തിലൊക്കെ തന്നെ പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ഒപ്പം തന്നെ ഇംപീച്ച്മെന്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഏത് രീതിയിലുള്ള ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിനായിരിക്കും ഇനി പാർലമെന്റ് അങ്ങോട്ട് സാക്ഷ്യം വഹിക്കുക? രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ഒരു ആരോപണങ്ങൾക്കും കൃത്യമായി കമ്മീഷൻ മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷം അവിടെ മാധ്യമപ്രവർത്തകരടക്കം നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കമ്മീഷൻ വ്യക്തമായ മറുപടി പറയുകയല്ല ഉണ്ടായത്. കേരളത്തിലും അതുപോലെ തന്നെ കർണാടകത്തിലും ഒന്നും തന്നെ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് കഴമ്പില്ല എന്നൊരു മറുപടി മാത്രം ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോവുകയാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇരട്ട വോട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ അങ്ങനെ ഒരു കള്ളവോട്ടിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ
അപ്പോഴും പ്രതിപക്ഷം ചോദിക്കുന്നത് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ക്രമക്കേടുകൾ, അഡ്രസ് ഇല്ലാത്ത ആളുകളൊക്കെ തന്നെ വോട്ടർ പട്ടികയിലേക്ക് വരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സമയത്ത് കൃത്യമായി നിലപാടുകൾ എടുത്തില്ല? അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഇക്കാര്യത്തിൽ പരാതി നൽകാൻ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ തന്നെ 45 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോഴും പ്രതിപക്ഷം ചോദിക്കുന്നത് അതൊക്കെ പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രം ചുമതലയാണോ? പിന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് BJPയെ സഹായിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്താണ് ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അത്തരമൊരു കത്ത് നൽകാനുള്ള നീക്കത്തിലേക്ക്, നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊണ്ട് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിലേക്ക് പോകില്ല. കാരണം 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഇംപീച്ച്മെന്റ് നടപടി അതിന്റെ മുന്നണിയിലേക്ക് പോകാൻ, അതിന്റെ തുടർ നടപടിയിലേക്ക് പോകാൻ കഴിയുക. മാത്രമല്ല രാജ്യസഭാ അധ്യക്ഷനും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ രാജ്യസഭാ അധ്യക്ഷനില്ല എങ്കിൽ പോലും രാജ്യസഭയിലെ നടപടിക്രമങ്ങളും ഒപ്പം തന്നെ ഒന്നെങ്കിൽ ലോക്സഭാ സ്പീക്കർ ഈ ഇംപീച്ച്മെന്റ് നോട്ടീസ് അംഗീകരിക്കണം, എങ്കിൽ മാത്രമാണ് അതിന്റെ തുടർ ചർച്ചകളിലേക്ക് പോലും പോകാൻ കഴിയും. ആ ഒരു ഘട്ടത്തിൽ ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകില്ല. പക്ഷേ പ്രതിഷേധം ശക്തമാക്കുക തന്നെയാണ് പ്രതിപക്ഷം. ഇന്നിപ്പോൾ പാർലമെന്റിലും അടിയന്തര പ്രമേയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ കടക്കും. ഏതായാലും 2 ദിവസം കൂടിയാണ് ഇനി സഭാ സമ്മേളനം ചേരുന്നത്. അതിനുള്ളിൽ തന്നെ അപ്പോഴും ഈ വിഷയം സജീവമായി നിർത്തുക തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പര്യടനം നടക്കുന്നത്. നളന്ദ അടക്കമുള്ള മേഖലകളിലാണ് ഇന്ന് പര്യടനം മുന്നോട്ട് പോകുന്നത്. വൈകിട്ട് സാധാരണഗതിയിലുള്ളതുപോലെ തന്നെ പൊതുയോഗത്തെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും. അപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അതിശക്തമായി തന്നെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ഭരണപക്ഷത്തിന്റെ മറുപടി. അമ്പിളി, ശരി, വോട്ട് മോഷണം അതുപോലെ തന്നെ വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുന്നതിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും. സഭാ അധ്യക്ഷന്മാരുടെ അംഗീകാരമില്ലാതെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇംപീച്ച്മെന്റ് നടപടിയുമായി മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ നോട്ടീസ് നൽകുന്നതിലൂടെ കമ്മീഷൻ ഉന്നയിച്ച ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിയതായി ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിയും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ റഫറൻസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് 5-അംഗ ബെഞ്ചാണ് റഫറൻസ് പരിഗണിക്കുക. 14 വിഷയങ്ങളിൽ വ്യക്തത നേടിയാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഭരണഘടനാ പ്രകാരം നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്നാണ് രാഷ്ട്രപതി റഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വിവിധ വിഷയങ്ങൾ പരിഗണിച്ചാണ് ബില്ലുകളുടെ കാര്യത്തിൽ വിവേചനാധികാരം ഉപയോഗിക്കുകയെന്നും റഫറൻസിൽ പറയുന്നുണ്ട്. 9 ദിവസമാണ് റഫറൻസിന്മേൽ വാദം നടക്കുക. കേരളം, തമിഴ്നാട് സർക്കാരുകൾ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ബില്ലുകൾ പരിഗണിക്കുന്നതിന് 3 മാസം സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെങ്കിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ച വൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചു. ഉച്ചകോടിയിൽ സമാധാന പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ല. വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിലും ധാരണയായില്ല. ചർച്ചയ്ക്കിടയിൽ 40 മിനിറ്റ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിൽ സംസാരിച്ചു. അതേസമയം യുക്രൈന് ഭാവിയിൽ എല്ലാവിധ സുരക്ഷയും ഉറപ്പു നൽകുന്നതായി വൈറ്റ് ഹൌസിൽ നടന്ന ഉച്ചകോടിയിൽ ധാരണയായി. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇതിൽ പങ്കുവഹിക്കും. ഭൂമി വിട്ടുകൊടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സെലൻസ്കി പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ച ഒരുക്കുമെന്നും ട്രംപ് അറിയിച്ചു. വേദി പിന്നീട് തീരുമാനിക്കും. ശേഷം വെടിനിർത്തൽ അടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി സമ്മേളനവും നടത്തും. സമാധാന ശ്രമങ്ങൾക്കായുള്ള അമേരിക്കൻ ഇടപെടലിന് നന്ദി പറഞ്ഞ സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങി. ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണകൾ ഹമാസ് അംഗീകരിച്ചതായി റിപ്പോർട്ട്. തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനും ധാരണയായെന്നാണ് വിവരം. ഇവരെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കാനാണ് തീരുമാനം. ഖത്തറും ഈജിപ്തും US നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഫലം കണ്ടത്. ഏറെക്കാലത്തിന് ശേഷമാണ് ഗാസയിൽ താൽക്കാലികമായെങ്കിലും വെടിനിർത്തൽ വരുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മുതലാണ് ഗാസയിൽ സംഘർഷത്തിന് തുടക്കമിട്ടത്. ഇതിന് താൽക്കാലിക പരിഹാരമായാണ് വെടിനിർത്തൽ വരുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് വിവരം. ഗാസ മുഴുവനായും പിടിച്ചടക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം ഒരു ഭാഗത്ത് നടന്നു വരുന്നതിനിടെയാണ് മറ്റൊരു ഉപാധികൾക്കും നിൽക്കാതെയുള്ള ഹമാസിന്റെ ധാരണ. എന്നാൽ ഇസ്രായേൽ ഇതുവരെയും വിഷയത്തിൽ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല.
കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ജില്ലയിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച അന്നശ്ശേരി സ്വദേശിയായ 49-കാരൻ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോഴുള്ളത്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പെൺകുട്ടി മരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. വെള്ളത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗമുണ്ടാകുന്നത്. പനി ലക്ഷണമുള്ളവർ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടറെ അറിയിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി കാഞ്ചിയാറിന് പുറമെ ചിന്നക്കനാൽ പഞ്ചായത്തിലും നിർധനരായ തൊഴിലാളികൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടുകളുടെ നിർമ്മാണം നിലച്ചു. ഉണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കിയതോടെ കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത് ചോർന്നൊലിക്കുന്ന പ്ലാസ്റ്റിക് ഷെഡുകളിലാണ്. പട്ടയമില്ലാത്ത ഭൂമിയിൽ വീട് വെക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം വേണമെന്ന നിലപാടിലാണ് വീട് നിർമ്മാണം മുടങ്ങാൻ കാരണം. ഇത് ഇടുക്കി ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗകണ്ടത്തുള്ള വൃദ്ധ ദമ്പതിമാരായ സെൽവറാണിയുടെയും പാണ്ഡിയുടെയും വീട്. ഏതു നിമിഷവും തകർന്നു വീഴാറായ കൊച്ചു കൂരയിൽ കിടന്ന ഇവർ സർക്കാർ പദ്ധതിയിൽ വീട് ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയിലായിരുന്നു. പഞ്ചായത്ത് തുക അനുവദിച്ചതോടെ പഴയ വീട് പൊളിച്ച് സമീപത്തായി കൊച്ചു ഷെഡ് നിർമ്മിച്ച് താമസം ഇതിലേക്ക് മാറ്റി. വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനു പിന്നാലെയാണ് പഞ്ചായത്തിൽ വിജിലൻസ് അന്വേഷണമുണ്ടായതും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതും. ഇതോടെ വീടുകളുടെ നിർമ്മാണത്തിന് താലൂക്കിൽ നിന്നുള്ള NOC വേണമെന്നായി. തുടർന്ന് കൈവശഭൂമിയിലെ ഇവരുടെ വീട് നിർമ്മാണം നിലച്ചു. ശക്തമായ മഴയിൽ ചോർന്നൊലിക്കുന്ന ഷെഡിൽ ദുരിതമനുഭവിക്കുകയാണിവർ. ഒന്നാമത് കെട്ടിയവന് കാഴ്ചയില്ലാത്ത ആളാ. ഈ കാഴ്ചയില്ലാത്ത ആളുകൊണ്ട് ഈ കാറ്റും മഴയത്തും കിടന്നിട്ട് ഒരു ദിവസം കാറ്റ് പൊക്കി ഒരു രാത്രി 1 മണിയായപ്പോൾ അന്ന് കറണ്ടും ഇല്ലായിരുന്നു. അന്ന് ഞാൻ പെട്ട അവസ്ഥ എനിക്കറിയത്തുള്ളൂ, എനിക്ക് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക. പാണ്ഡിക്ക് കണ്ണിന് കാഴ്ചപരിമിതിയുണ്ട്. സമീപത്തെ ഏലത്തോട്ടങ്ങളിലും മറ്റും ജോലി ചെയ്താണ് നിത്യവൃത്തി കഴിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായി വീട് പണി പൂർത്തീകരിക്കാനും കഴിയില്ല. ഒരു ലോൺ തരാന്ന് പറഞ്ഞ് കൊല്ല വീടും പൊളിച്ച് കളഞ്ഞു മൊത്തം. ഇപ്പൊ ഈ ഷെഡ് വെച്ചാൽ താമസിക്കണേ ഞങ്ങള്. അതിപ്പോ ലോൺ തരികയല്ലെന്നാ പറയണേ. ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോയപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് പൊസിഷൻ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. 17 വർഷമായി സ്ഥിരതാമസക്കാരായ കുടുംബങ്ങൾക്ക് സർക്കാർ പദ്ധതിയിൽ വീട് വയ്ക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ചിന്നക്കനാലിലെ കൈവശഭൂമിയിൽ കിടക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല. സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിന്നക്കനാലിലെ നിരവധി നിർധന കുടുംബങ്ങൾ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനാവാതെ കുട്ടനാട്ടിലെ താറാവ് കർഷകർ പക്ഷിപ്പനി നഷ്ടപരിഹാരം ഇനിയും ലഭിക്കാനിരിക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള താറാവുകൾ വിപണി കീഴടക്കിയതോടെ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കുട്ടനാട്ടിലെ പ്രാദേശിക താറാവ് കർഷകർ. നെൽകൃഷി കഴിഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായിരുന്നു താറാവ് കൃഷി. എന്നാൽ ഇന്നത് തകർച്ചയുടെ വക്കിലാണ്. പക്ഷിപ്പനിയായിരുന്നു ആദ്യ തിരിച്ചടി. വർഷം തോറും ഉണ്ടാകുന്ന രോഗബാധ താറാവ് വളർത്തൽ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. 2014 ആദ്യ പക്ഷിപ്പനി മുതൽ ദേശാടന പക്ഷികളെ നിരീക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ ശക്തമാക്കുമെന്ന് പറയുമ്പോഴും അവ പൂർണ്ണ രീതിയിൽ ഫലപ്രദമായിട്ടില്ല. 2014 10,000-ഓളം താറാവുകളെ വളർത്തുന്ന 500-നടുത്ത് താറാവ് കർഷകരുണ്ടായിരുന്ന കുട്ടനാട്ടിൽ 2020 അവസാനിച്ചപ്പോൾ 180-ലേക്ക് ചുരുങ്ങി. ഇപ്പോഴത് 100-ൽ താഴെ മാത്രമാണ്. രോഗം ബാധിച്ച താറാവുകളെ നിശ്ചിത മാനദണ്ഡമനുസരിച്ച് കൊല്ലുകയാണ് പ്രതിവിധി. കൊന്ന താറാവിൻ്റെ കണക്ക് പ്രകാരം കർഷകർക്ക് നഷ്ടപരിഹാരവും നൽകും. പക്ഷേ രോഗബാധ സർക്കാർ പരിശോധനാ കേന്ദ്രം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. രോഗം സ്ഥിരീകരിക്കാതെ താറാവുകളെ കൊന്നാൽ നഷ്ടപരിഹാരവും ലഭിക്കില്ല. 2022 ബജറ്റ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പരിശോധനാ കേന്ദ്രം കുട്ടനാട്ടിൽ സ്ഥാപിക്കുമെന്ന സൂചനയുണ്ടായെങ്കിലും ഇത് വെറും വാഗ്ദാനം മാത്രമായി ഒതുങ്ങി. ഇതിനെല്ലാം പുറമെ വില കുറച്ച് കിട്ടുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള താറാവുകൾക്ക് കച്ചവടക്കാർക്കിടയിൽ പ്രിയമേറിയതോടെ തദ്ദേശീയരായ കർഷകർ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. കത്ത് ചോർച്ചാ വിവാദത്തിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വ്യവസായി രാജേഷ് കൃഷ്ണ. മുഹമ്മദ് ഷെർഷാദ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് രാജേഷ് കൃഷ്ണയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. പുറത്തുവന്ന കത്ത് രഹസ്യരേഖയല്ല. നേരത്തെ ഷെർഷാദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പരാതി കൂടിയാണിത്. തനിക്കെതിരെ വാർത്ത വന്നാൽ ഗുമ്മില്ലാത്തതിനാൽ CPM-നെയും സംസ്ഥാന സെക്രട്ടറിയെയും കുടുംബത്തെയും ചേർത്ത് കെട്ടാനാണ് ഷെർഷാദിന്റെ ശ്രമമെന്ന് രാജേഷ് കൃഷ്ണ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു.
കനത്ത മഴയെ അവഗണിച്ചും ശബരീശനെ കണ്ടെത്തോടാൻ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചിങ്ങമാസ പൂജകൾക്കായി നട തുറന്നതു മുതൽ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ഫ്ളൈ ഓവറും നടപ്പന്തലും ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. മഴ തുടരുന്നതിനാൽ ഭക്തർക്ക് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. പമ്പാ സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി 10 നട അടയ്ക്കുക. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിപണിയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസം വലിയൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. GST നിരക്കുകളിൽ കുറവ് വരുന്നത്, ഒപ്പം തന്നെ S&P ഇന്ത്യയുടെ റേറ്റിംഗ് കൂട്ടിയത്, മൊത്തത്തിൽ ആഗോള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ചില മെച്ചപ്പെടലും എല്ലാം വിപണിയുടെ നേട്ടത്തിൽ പ്രതിഫലിക്കുകയായിരുന്നു. വലിയൊരു നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുകയും അത് മുൻനിര സൂചിയായി നിഫ്റ്റി 25,000 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു നിലവാരത്തിൽ കൂടുതൽ നിക്ഷേപകർ, പ്രത്യേകിച്ചും ചെറുകിട നിക്ഷേപകർ ലാഭമെടുത്തത് വിപണിയെ ആ നിലവാരത്തിൽ നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല, വിപണി അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും ആ നേട്ടം നിലനിർത്താതെ വ്യാപാരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇത് കാണിക്കുന്ന ഉയർന്ന നിലവാരത്തിൽ വിൽപ്പന തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിലും നിക്ഷേപ സാധ്യത നിലനിൽക്കുകയും വിപണി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെങ്കിൽ കൂടിയും ഉയർന്ന നിലവാരത്തിൽ വിൽപ്പന തുടരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു ഇത് മറികടക്കണമെങ്കിൽ 25,000 എന്ന നിലവാരത്തിന് മുകളിൽ മുൻനിര സൂചിയായി നിഫ്റ്റി നിലനിന്ന വ്യാപാരം നടക്കേണ്ടതുമുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം, ഇന്നലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളെ തുടർച്ചയായി വലിയ തോതിലുള്ള ഒരു വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലെ ഏതാണ്ട് 550 കോടിയോളം രൂപയുടെ അറ്റ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. ഓഹരി വിപണി ഇന്നും നേട്ടത്തിലായിരിക്കും ആരംഭിക്കുക. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപാണ് ഓഹരി വിപണിയിലെ പ്രതീക്ഷകൾ പങ്കുവച്ചത്. ഇന്ത്യയിലെ പ്രമുഖ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി ICL ഫിൻകോർപ്പിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് അനക്സ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടപ്പള്ളിയിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി P. രാജീവ് നിർവഹിച്ചു. 30 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ICL ഫിൻകോർപ്പിന്റെ സേവനങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ വിപുലീകരിക്കുകയും സമയബന്ധിതമായി എത്തിക്കുകയും ചെയ്യുക എന്നതാണ് പുതിയ ഓഫീസിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ പറഞ്ഞു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, ഗോവ, ഒഡീഷ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ച ICL ഫിൻകോർപ്പ് ഇന്ത്യയൊട്ടാകെ ബ്രാഞ്ചുകൾ തുറക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. ഹൈബീഡൻ MP, ഉമാ തോമസ് MLA, GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള, ICL ഫിൻകോർപ്പ് CEO ഉമാ അനിൽകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കല്യാൺ സിൽക്സ് ഇനി പട്ടാമ്പിയിലും. കല്യാൺ സിൽക്സിന്റെ പട്ടാമ്പി ഷോറൂമിന് തുടക്കമായി. ഒട്ടേറെ വിശിഷ്ട അതിഥികൾ പങ്കെടുത്ത ചടങ്ങിൽ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ, കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ, കല്യാൺ ജുവലേഴ്സ് ചെയർമാൻ ആൻഡ് ഡയറക്ടർ TS കല്യാണരാമൻ, കല്യാൺ ജുവലേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് കല്യാണരാമൻ, കല്യാൺ വസ്ത്രാലയ ചെയർമാൻ TS അനന്തരാമൻ, പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി നഗരസഭ പ്രതിപക്ഷ നേതാവ് KR നാരായണസ്വാമി, കൗൺസിലർ C. സംഗീത, എമിർകോം CFO യൂസഫ് അലി എന്നിവർ സന്നിഹിതരായിരുന്നു. കോടികൾ വിലമതിക്കുന്ന അപൂർവ രത്നം തട്ടിയെടുക്കാനുള്ള ശ്രമം മണിക്കൂറുകൾക്കുള്ളിൽ പൊളിച്ച് ദുബായ് പോലീസ്. 200 കോടിയിലേറെ വില വരുന്ന അപൂർവ ഇനം പിങ്ക് രത്നമാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. പരാതി ലഭിച്ച് മിനിറ്റുകൾക്കകം പ്രത്യേക സംഘത്തെ നിയോഗിച്ച ദുബായ് പോലീസ് പ്രതികളെ പിടികൂടി. രത്നം വീണ്ടെടുത്തു. ദുബായ് പോലീസിന്റെ അന്വേഷണ മികവ് തെളിയിക്കുന്ന മറ്റൊരു അവസരം കൂടിയായി ഇത് മാറി. ലോകത്ത് തന്നെ അപൂർവമായി മാത്രം ലഭിക്കുന്ന കോടികൾ വിലമതിക്കുന്ന പിങ്ക് രത്നം മോഷ്ടിച്ച് കടത്താനുള്ള ശ്രമമാണ് മണിക്കൂറുകൾക്കുള്ളിൽ ദുബായ് പോലീസ് തകർത്ത് കളഞ്ഞത്. $25 മില്യൺ, ഏകദേശം 218 കോടി ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന പിങ്ക് നിറമുള്ള സ്വാഭാവിക രത്നമാണ് ഏഷ്യൻ രാജ്യത്തു നിന്നുള്ള പ്രതികൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഇത്തരത്തിലുള്ള മറ്റൊരു രത്നം ലഭിക്കാനുള്ള സാധ്യത 0.01% മാത്രമാണ്. ഈ അപൂർവ രത്നം കൈവശമുള്ള വ്യാപാരിയെ സമീപിച്ച പ്രതികൾ ചോദിക്കുന്ന വില നൽകി രത്നം വാങ്ങാൻ ആളുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു. യാത്രയ്ക്കായി വാടകയ്ക്കെടുത്ത അത്യാഡംബര വാഹനങ്ങളും സ്റ്റാർ ഹോട്ടലുകളിലെ മീറ്റിംഗുകളും മറ്റും പ്രതികൾ വിദഗ്ധമായി ഒരുക്കി. ഒടുവിൽ രത്നവുമായി വ്യാപാരിയെ ഒരു വില്ലയിലേക്ക് ക്ഷണിച്ചു വരുത്തിയാണ് മോഷണം നടത്തിയത്. വിവരമറിയിച്ചതിന് പിന്നാലെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ തന്നെ ദുബായ് പോലീസ് തയ്യാറാക്കി. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടെ 8 മണിക്കൂറിനുള്ളിൽ ദുബായ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. മോഷണത്തിന് ശേഷം 3 പ്രതികൾ 3 വഴിക്ക് രക്ഷപ്പെടാനാണ് ശ്രമം നടത്തിയത്.
മോഷ്ടിച്ച രത്നം ഒരു ഫ്രിഡ്ജിനുള്ളിലാക്കി രാജ്യത്തിന് പുറത്തേക്ക് കടത്താനായിരുന്നു പദ്ധതി. ഫാൻസി ഇന്റൻസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള രത്നം 21.25 ക്യാരറ്റ് ഭാരമുള്ളതാണ്. ദുബായ് പോലീസിന്റെ സമയോചിതമായ ഇടപെടലിനെ രത്നവ്യാപാരി പ്രകീർത്തിച്ചു. മുൻപ് പല സന്ദർഭങ്ങളിലും ത്വരിതഗതിയിലുള്ള അന്വേഷണത്തിലൂടെ മികവ് തെളിയിച്ചിട്ടുണ്ട് ദുബായ് പോലീസ്. അമൃത ന്യൂസ്, ദുബായ്. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ആദ്യ സെമിഫൈനൽ ഇന്ന്. നിലവിലെ ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഷില്ലോങ് ലജോങ്ങുമായി ഏറ്റുമുട്ടും. രാത്രി 7 മണി മുതൽ ഷില്ലോങ്ങിലാണ് മത്സരം. ക്വാർട്ടർ ഫൈനലിൽ ബോഡോലാൻഡ് FC-യെ തകർത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സെമിയിലേക്ക് മുന്നേറിയത്. ഇന്ത്യൻ നേവിയെ തോൽപ്പിച്ചാണ് ഷില്ലോങ് ലജോങ് സെമി ഉറപ്പിച്ചത്. നാളെ നടക്കുന്ന രണ്ടാം സെമിയിൽ ഈസ്റ്റ് ബംഗാൾ FC ഡയമണ്ട് ഹാർബർ FC-യെ നേരിടും. 23-ന് സാൾട്ട് ലേക്കിലാണ് ഫൈനൽ നടക്കുക. ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ടീം ഘടന സംബന്ധിച്ച് സെലക്ഷൻ കമ്മിറ്റി ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ട്. ശുഭ്മാൻ ഗില്ലിനെ തൽക്കാലം T20 ടീമിലേക്ക് പരിഗണിച്ചേക്കില്ല. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി തുടരാനാണ് സാധ്യത. ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളും ടീമിലെത്തിയേക്കും. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം പ്രസിദ്ധ് കൃഷ്ണ, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരും ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.